നമസ്കാരം. 300ഓളം പ്രചാരണ പരിപാടികൾ, 80 ടെലിവിഷൻ അഭിമുഖങ്ങൾ, വിശ്രമം തീരെയില്ലാതെ തെരഞ്ഞെടുപ്പ് പാച്ചിലിനൊടുവിൽ കാശിയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പറന്നെത്തി നമ്മുടെ പ്രധാനമന്ത്രി. പണ്ട് നരേന്ദ്രനാഥൻ കടലു നീന്തിയെത്തി ധ്യാനമിരുന്ന അതേയിടത്ത് നാഥനായ നരേന്ദ്രൻ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? സ്വാഗതം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. വിലയിരുത്തലിനും വിശകലനത്തിനുമായി കന്യാകുമാരിയിൽ നിന്ന് അഖിൽ പാലോട്ട് മഠവും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ഒപ്പം ചേരും. ആദ്യം അഖിൽ പാലോട്ട് മഠത്തിലേക്ക്. അഖിൽ, പറഞ്ഞ സമയത്തു തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേർന്നു. വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ഇപ്പോൾ എവിടെയാണ്? നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 300ഓളം വരുന്ന പ്രചരണ പരിപാടികൾ, റാലികൾ, റോഡ് ഷോകൾ, പൊതുയോഗങ്ങൾ, അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളിലും ആ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതിനു ശേഷമാണ് വിവേകാനന്ദ സ്വാമി, യുവ സന്യാസിയായ വിവേകാനന്ദ സ്വാമി നീന്തിക്കയറി ഭാരതത്തിന് പുതിയ ആത്മീയതയുടെ സംസ്കാരം പകർന്ന വിവേകാനന്ദ പാറയിൽ 3 ദിവസം നിൽക്കുന്ന, അതായത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ ധ്യാനം ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ധ്യാനം ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹം 5 മണിയോടുകൂടിയാണ് കന്യാകുമാരിയിൽ എത്തുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം കന്യാകുമാരിയുടെ ഗസ്റ്റ് ഹൗസിൽ, കന്യാകുമാരി സർക്കാർ ഗസ്റ്റ് ഹൗസിന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങിയ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക്, അതായത് കന്യാകുമാരി ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അവിടെ പ്രത്യേകം പൂജയും പ്രാർത്ഥനയും ദീപാരാധനയും തൊഴുതതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് കടൽ മാർഗം പ്രത്യേകമായ ഒരു യാനത്തിൽ അദ്ദേഹം നേരെ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നു. അവിടെ വിവേകാനന്ദ പാറയിൽ സഭാഗ്രഹത്തിലകത്തേക്ക് പ്രവേശിച്ച സഭാഗ്രഹം ചുറ്റി വലയം വെച്ച് അവിടെ നിന്നും തമിഴകത്തിന്റെ വലിയ പൈതൃകമുള്ള തമിഴകത്തിന്റെ തിരുവള്ളൂരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം 7 മണിയോടുകൂടി തന്നെ, സമയം കൃത്യമായി പാലിച്ചു തന്നെ അദ്ദേഹം ഭാരതത്തിന്റെ ആത്മീയതയുടെ, ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ, സംസ്കാരത്തിന്റെ സനാതന മൂല്യമെല്ലാം ഉയർത്തിക്കാട്ടി അദ്ദേഹം ധ്യാന നിബിഡനായി മാറിയിരിക്കുന്നത്. ഇനി ഒരു സൂര്യോദയവും സൂര്യാസ്തമയവും, മറ്റൊരു സൂര്യോദയവും അസ്തമയവും, അങ്ങനെ 2 സൂര്യോദയങ്ങളും അസ്തമയത്തിനും ശേഷം 1-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് അദ്ദേഹം വോട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്ക് അദ്ദേഹം പോവുക. അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ ഒരു പുരോഗതിക്കുള്ള കയ്യിൽ മഷി ചാർത്തുന്നത് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരികയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് പോലെ 2014 അദ്ദേഹം ആദ്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി എത്തുന്ന സമയത്തു തന്നെ അദ്ദേഹം ധ്യാനം അനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം 2-ാം തവണയും 2019 അദ്ദേഹം ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ഗുഹാക്ഷേത്രത്തിലായിരുന്നു അദ്ദേഹം ധ്യാനം ഇരുന്നത്. അതിനുശേഷം ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തുമ്പോൾ അതിനൊരു മറ്റൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. കന്യാകുമാരിയിൽ സർവവും, അതായത് സമുദ്രങ്ങളുടെയൊക്കെ തന്നെ സംഗമ ഭൂമിയായ കന്യാകുമാരിയിൽ ഈ ധ്യാനം ഇരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മാനം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും ആദ്യം സനാതന ധർമ്മത്തെ കുഴിച്ചുമൂടണമെന്ന പ്രസ്താവന ഉണ്ടാകുന്നത് അത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. DMK-യുടെ ഭരണത്തിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള സ്റ്റാലിൻ്റെ മകൻ തന്നെ അത്തരത്തിലൊരു പരാമർശം നടത്തുന്ന, ഉദയനിധി സ്റ്റാലിൻ തന്നെ അത്തരത്തിലൊരു പരാമർശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സനാതന ധർമ്മത്തെ നശിപ്പിക്കണം, അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന ഒരു പ്രസ്താവന നടത്തുന്നു. വലിയ രീതിയിലുള്ള വിമർശനം ഭാരതത്തിൻ്റെ ഉടനീളം, കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയുള്ള ഭാരതം, അത് വലിയ രീതിയിൽ സന്യാസി വര്യന്മാരുടെ ഭാഗത്ത് നിന്ന്, മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിനും അപ്പുറത്തേക്ക് ആ വലിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു മാറ്റൊലി കൂട്ടുന്നതായിരുന്നു അതിനുശേഷം നരേന്ദ്രമോദിയുടെ 2ാമതുള്ള കന്യാകുമാരിയിലേക്കുള്ള വരവ്. കാരണം അദ്ദേഹം ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയായ പൊൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കന്യാകുമാരിയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം ആ പൊതുവേദിയിൽ, ആ പൊതുയോഗ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കന്യാകുമാരിയുടെ ആ കടൽത്തീരത്തെ ഓരോ മൺതരിയുമായി എനിക്ക് ആത്മബന്ധമുണ്ട്, ഹൃദയ
ഹൃദയബന്ധമുണ്ട്. ആ ഹൃദയബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് താൻ ഇവിടെ വീണ്ടും വരിക എന്നത്, അല്ലെങ്കിൽ വീണ്ടും വന്നെത്തിയത് എന്നതായിരുന്നു അദ്ദേഹം ആ വേദിയിൽ ഏറ്റവും ആദ്യം പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് താൻ ആദ്യം കന്യാകുമാരിയിലേക്ക് എത്തുന്നത് ഇന്ന് ഭാരതം വലിയ അഭിമാനത്തോടെ ചേർത്തു പിടിച്ച അയോധ്യയിലെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി അന്ന് BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ലാൽകൃഷ്ണ അദ്വാനിയുടെ LK അദ്വാനിയുടെ രഥയാത്രയുടെ ഭാഗമായി അതിലെ സംഘാടകരിൽ മുഖ്യ സംഘാടകനായിട്ടായിരുന്നു അന്ന് മോദിയും കന്യാകുമാരിയിൽ എത്തുന്നത്. അവിടെ ആ പ്രചരണാർത്ഥം തന്നെ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം രണ്ടാമത് ഇവിടെ എത്തുന്ന സമയത്തും അദ്ദേഹം ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഓരോ രാജ്യത്തിന്റെ പൈതൃകം അത് വിശ്വഗുരുവായി മാറുന്നതിനൊക്കെയുള്ള വികസന കാഴ്ചപ്പാടുകൾ, നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, ഈ വിശ്രമമില്ലാത്ത തെരഞ്ഞെടുപ്പ് യാത്രയ്ക്കൊടുവിൽ മനസ്സൊന്നു ശാന്തമാക്കാൻ ഒരിടം, ഈ വരവിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? കൃഷ്ണരാജ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത്, അതിനപ്പുറം അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ആത്മീയതയുമായി വളരെയധികം അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ജനിക്കുന്നത് തന്നെ 1950 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഇതുവരെയുള്ള 14 പ്രധാനമന്ത്രിമാരിൽ ഒരു പ്രധാനമന്ത്രി മാത്രമാണ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിക്കുന്നത്. ബാക്കി എല്ലാ 13 പ്രധാനമന്ത്രിമാരും രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ജനിച്ചവരാണ്. പക്ഷേ നരേന്ദ്രമോദി 1950 47-ൽ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിനുശേഷം പിന്നീട് 3 വർഷം കഴിഞ്ഞ് 1950-ലാണ് അദ്ദേഹം ജനിക്കുന്നത്, സെപ്റ്റംബർ മാസം 17-ാം തീയതി. ആദ്യത്തെ 17 വർഷങ്ങൾ, 17 വയസ്സ് തികഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള 3 വർഷക്കാലത്തെപ്പറ്റി ഇപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത് വലിയ ബോധ്യമില്ല. അതായത് ഹിമാലയത്തിൽ പല സ്ഥലങ്ങളിലായി തപസ്സനുഷ്ഠിച്ചു. ഹിമാലയത്തിൻ്റെ താഴ്വരകളിലുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും അദ്ദേഹം സമയം ചിലവഴിച്ചു. ശ്രീരാമകൃഷ്ണ മിഷനുമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തി. വാരണാസി പോലുള്ള നഗരങ്ങളിൽ സമയം ചിലവഴിച്ചു. അതായത് 17 മുതൽ 20 വരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ, ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവിത കാലഘട്ടം മുഴുവൻ അദ്ദേഹം ആത്മീയമായ ഒരു വലിയ അലച്ചിൽ, അതായത് ആത്മീയതയുടെ അമൃത് നുകരുവാനുള്ള ഒരു ശ്രമത്തിൽ അദ്ദേഹം ഹിമാലയത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിലെ പുണ്യ നഗരികളിലുമൊക്കെയായി മുഴുവൻ സമയം ചെലവഴിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. അതിനുശേഷം അദ്ദേഹം 20-ാമത്തെ വയസ്സിൽ തിരിച്ച് വട്നഗറിലേക്ക് എത്തുകയും അതിനുശേഷമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘടനാ ചുമതലയിലേക്ക് വരുന്നത്. അതിന് മുൻപ് അദ്ദേഹം വട്നഗറിലെ സായം ശാഖകളിൽ പോകുമായിരുന്നു. RSSുമായി വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല ബന്ധമുണ്ട്. ബാലശാഖയിൽ തന്നെ എത്തി ഒരു സ്വയംസേവകമായി മാറിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. പക്ഷേ 20 വയസ്സിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തി മുഴുവൻ സമയ രാഷ്ട്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് RSSന്റെ വഡോദര വിഭാഗ് പ്രചാരകാകുന്നു, പിന്നീട് സംഭാഗ് പ്രചാരകാകുന്നു. 1987-ലാണ് നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം RSSന്റെ മുഴുവൻ സമയ പ്രചാരകാണ്. നേരത്തെ സൂചിപ്പിച്ചു, വിഭാഗ് പ്രചാരക, സംഭാഗ് പ്രചാരക, അങ്ങനെയുള്ള പദവികൾ വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം 87-ൽ അദ്ദേഹം BJPയിലേക്ക് എത്തുകയാണ്. BJPയുടെ ഗുജറാത്ത് സംഘടനാ ജനറൽ സെക്രട്ടറിയായി നരേന്ദ്രമോദി എത്തുന്നു. പിന്നീട് ഗുജറാത്തിൽ അങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് BJP ഗുജറാത്തിൽ ഒരു വലിയ ശക്തിയായിരുന്നില്ല, ഒരു ചെറു രാഷ്ട്രീയ പാർട്ടിയായി ജനസംഘം ഉണ്ടായിരുന്നു. അതിനുശേഷം BJP രൂപീകരിക്കുമ്പോഴും അവിടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 1990-ൽ ആദ്യമായി BJP ഗുജറാത്തിൽ അധികാരത്തിന്റെ ഭാഗമാകുന്നു. അന്ന് ജനതാദളുമായി ചേർന്നുകൊണ്ട് ചിമൻഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയും BJPയുടെ കേശുഭായ് പട്ടേൽ ഉപമുഖ്യമന്ത്രിയുമായി അന്ന് BJP ആദ്യമായി ഗുജറാത്തിൽ അധികാരത്തിന്റെ ഭാഗമാവുകയാണ്. പിന്നീട് ഗുജറാത്തിൽ നരേന്ദ്രമോദി കാണിച്ചിട്ടുള്ള ഈ ഒരു വൈഭവം, രാഷ്ട്രീയത്തിലും ഒപ്പം സംഘപ്രവർത്തനത്തിലുമൊക്കെ അദ്ദേഹത്തിനുള്ള ഈ ഒരു മികവ് കണ്ടുകൊണ്ടാണ് 1995-ൽ അന്ന് അടൽ ബിഹാരി വാജ്പേയിയും LK അഡ്വാനിയും നരേന്ദ്രമോദി എന്ന നേതാവിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഹിമാചൽ പ്രദേശിന്റെയും ഹരിയാനയുടെയും സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയായി വരികയും പിന്നീട് 1999 ആകുമ്പോൾ BJPയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ വരുന്നു. പിന്നീട് അദ്ദേഹം ഒക്ടോബർ മാസം 7, 2001-ൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായിടത്തും ആത്മീയതയുമായി വളരെയധികം ബന്ധം നരേന്ദ്രമോദി എന്ന നേതാവ് എക്കാലവും വെച്ചു പുലർത്തി. അദ്ദേഹം 2014-ൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന മണ്ഡലം തന്നെ നമുക്കറിയാം ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനമെന്ന് നാം വിശേഷിപ്പിക്കുന്ന വാരണാസിയാണ്. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയവും ഹിന്ദുത്വ ദേശീയതയും ഇത്രത്തോളം ഉയർത്തി കാണിക്കാൻ പറ്റുന്ന മറ്റൊരു നഗരം ലോകത്തെങ്ങുമില്ല എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന നരേന്ദ്രമോദി വാരണാസിയുടെ മണ്ണിൽ നിന്നും ഇങ്ങ് ന്യൂഡൽഹിയിൽ ലോക്സഭയെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നൽകുന്ന സന്ദേശം
നേരത്തെ അഖിലും ഉമേഷും ഒക്കെ സൂചിപ്പിച്ചത് അതാണ്. ഭാരതം ലോകത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ ആത്മീയതയാണ്. അപ്പോൾ ആ ആത്മീയതയെ എല്ലാ കാലഘട്ടങ്ങളിലും ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് താനെന്നും താൻ വിഭാവനം ചെയ്യുന്ന വിചാരധാരയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മീയതയാണ് എന്ന കൃത്യമായ സന്ദേശം ഒരിക്കൽ കൂടി ഈ രാജ്യത്തെ പുതുതലമുറയ്ക്ക് കൂടി നൽകുന്നതാണ് ഈ വിവേകാനന്ദ പാറയിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഈ ഒരു ധ്യാനം. ശരി ഗൗതം, അഖിൽ പാലോട്ടുമഠം ഭാരതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു വിവേകാനന്ദൻ. ആ സ്വപ്നങ്ങൾ ഓരോന്നായി രാജ്യം നേടിയെടുക്കുന്നത് കണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാകും എന്നാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ 125-ാം വാർഷിക വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സാധ്യമാക്കിയ സ്വപ്നങ്ങൾ സമർപ്പിക്കാൻ കൂടിയോ ഈ വരവ്? കൃഷ്ണരാജെ, ഗൗതം പറഞ്ഞവസാനിപ്പിച്ചിടത്തു നിന്ന് ഞാൻ വീണ്ടും പറഞ്ഞ് ആരംഭിക്കുകയാണ്. ഭാരതത്തിന്റെ ആത്മീയ സമർപ്പണത്തിന് ഈ ലോകത്തിന് സംഭാവന ചെയ്ത നഗരങ്ങളിൽ ഒന്നാണ് വാരണാസി. അതിന് ഏറ്റവും കൂടുതൽ കടൽ തിരമാല പോലെ ആർജവം നൽകിയ മറ്റൊരു ആത്മീയ നഗരം എന്ന് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ യുവ സന്യാസി വര്യനായ സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശമേറ്റ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ നിന്നും മറ്റൊരു വലിയ ലോകമഹാസമ്മേളനത്തിലേക്ക് പോലും ഭാരതത്തെ പ്രതിനിധീകരിച്ചു പ്രസംഗിക്കാൻ പോകുന്നത് ഈ കന്യാകുമാരിയുടെ മണ്ണിൽ നിന്നായിരുന്നു എന്നത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. കാരണം അവിടെ അങ്ങനെ എത്തുന്ന സമയത്ത് അവിടെ എന്താണ് ഈ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, ഭാരതം മുന്നോട്ട് വെക്കുന്ന പൈതൃകം, ഭാരതം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, ഭാരതം ചേർത്തു പിടിക്കുന്ന പൈതൃകം എന്താണ് എന്നൊക്കെ തന്നെ കൃത്യമായും വ്യക്തമായും അന്ന് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിലെ പ്രസംഗത്തിൽ വരച്ചു കാട്ടുന്നതൊക്കെ തന്നെ നമ്മൾ പിന്നീട് കണ്ടതാണ്. 1892 സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലെ ഇവിടേക്ക് എത്തുന്നത്, കന്യാകുമാരിയുടെ മണ്ണിലേക്ക് എത്തുന്നത്. അന്ന് തീരത്തു നിന്നും അകലെയുള്ള ഈ പാറ കാണുന്ന സമയത്ത് ആ പാറയിലേക്കൊന്ന് എത്താൻ അന്ന് കയ്യിൽ കാശില്ലായിരുന്ന ആ യുവാവ് ഉണ്ടായിരുന്ന ആ തോണിക്കാരനോട് കൂടി തന്നെ ആവശ്യപ്പെടുന്നു. പക്ഷേ അത് കയ്യിൽ കാശില്ലായിരുന്ന അദ്ദേഹത്തെ കൊണ്ടെത്തിക്കാൻ ആ തോണിക്കാരൻ തയ്യാറാകുന്നില്ല. അവിടെ നിന്നും ഈ ആർത്തിരമ്പുന്ന കടൽ തിരമാലകളെ മുറിച്ചു നീന്തിക്കടന്ന് അദ്ദേഹം ആ പാറയിലേക്ക് എത്തുന്നു. അവിടെ ധ്യാനമനുഷ്ഠിക്കുന്നു. അവിടെ നിന്നും ഭാരതത്തിന്റെ ആത്മീയതയുടെ, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ, സനാതനത്തിന്റെ ഒക്കെ തന്നെ തിരിതെളിയിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പിന്നീട് കാണാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ തന്നെ സാധിച്ചു എന്നത് പിൻകാലത്ത് സ്വാമി വിവേകാനന്ദന്റെ 125 വർഷത്തെ ത്യാഗോജ്വലമായ ഓർമ്മകൾ പുതുക്കി ഭാരതം വീണ്ടും വീണ്ടും ഓരോ ദിനരാത്രങ്ങളും കടന്നു പോകുമ്പോഴൊക്കെയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ ഈ ഭാരതത്തിൽ ജനിച്ചു, ഈ ഭാരതത്തിൽ വളർന്നു, ഭാരതത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന ഓരോ ഭാരതീയരും അഭിമാനിക്കാൻ തരത്തിലേക്ക് അത്രമാത്രമായി ഈ ഭാരതം വിശ്വഗുരുവിലേക്ക് കാലെടുത്തു വെക്കുന്ന കാഴ്ചയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് കൃഷ്ണരാജ് സൂചിപ്പിച്ച പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരമായി മാറുന്നത്. കാരണം ഈ ഭാരതത്തെ ഇന്ന് കാണുന്ന തരത്തിലേക്ക് ഒരു വികസിത രാഷ്ട്രമായി, ദാരിദ്ര്യത്തിൽ നിന്നും, കൃഷിയില്ലായ്മയിൽ നിന്നും, കടത്തിൽ നിന്നും, കടക്കണിയിൽ നിന്നും, എല്ലാവരും കളിയാക്കലിൽ നിന്നും ഒക്കെ തന്നെ ഭാരതത്തെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കൊണ്ട് അതിനും ഒരു നൂറ്റാണ്ടുകളുടെ പൈതൃകത്തെ ഏറ്റുവാങ്ങി ഭാരതത്തെ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അഭിപ്രായം പറയാൻ, ആർജവത്തോടെ നിലപാട് പറയാൻ കരുത്താർജിച്ച ഒരു രാജ്യമാക്കി മാറ്റുന്നതിലേക്ക് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന രാജ്യത്തിന്റെ പ്രധാന സേവകൻ ചാർത്തിയ കയ്യൊപ്പ് അത് വിലമതിക്കുന്നതിനും അപ്പുറമായി മാറുന്നത്. ഇന്ന് ഈ ത്യാഗപൂർണമായ 1963 കാലഘട്ടത്തിലാണ് ഇവിടെ ഈ വിവേകാനന്ദ പാറയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ആത്മീയതയുടെ വിശ്വരൂപമായ ഈ കേന്ദ്രം ഉയർന്നു വരുന്നത്. ഏകനാഥ റാഠയെ പോലുള്ള സംഘത്തിന്റെ മുതിർന്ന പ്രചാരകന്മാരിൽ, സംഘത്തിന്റെ അഖില ഭാരതീയ തലത്തിൽ സർക്കാര്യവാഹകരായിരുന്ന അദ്ദേഹത്തെ പോലുള്ള വലിയ ആൾക്കാരുടെ, ലക്ഷ്മണേട്ടനെ പോലുള്ള വലിയ മഹാരഥന്മാരുടെ ജീവത്യാഗം ഇന്നും വിവേകാനന്ദ കേന്ദ്രത്തിൽ ചില ഓർമ്മകളുടെ കുറവുണ്ട് എങ്കിൽ പോലും ഓർമ്മിച്ചെടുത്താൽ ഒരു നാടിന്റെ മുഴുവൻ സംസ്കാരത്തെ പറ്റി പറയാൻ, ത്യാഗോജ്വലമായ കരുത്തിന്റെയും ത്യാഗോജ്വലമായ സമർപ്പണത്തിന്റെയും കഥ ഇന്നും പറയാൻ സാധിക്കുന്ന ലക്ഷ്മണേട്ടനെ പോലുള്ള നിരവധിയായ മഹാരഥന്മാരുടെ, സംഘപ്രചാരകന്മാരുടെ, ഹൈന്ദവാചാര്യന്മാരുടെ ഒക്കെ തന്നെ വലിയ ആത്മസമർപ്പണം കൂടിയാണ് ഇന്ന് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി, വിനോദസഞ്ചാര കേന്ദ്രമായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ കടൽത്തട്ടിന്റെ ഈ മടിത്തട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കന്യാകുമാരി ദേവീക്ഷേത്രത്തിന് പോലും ഒരു ചരിത്രമുണ്ട്. നമ്മൾ കേട്ട മുത്തശ്ശി കഥകളിലൊക്കെ തന്നെ
ഇവിടെ നിന്നും കടലിൽ പോകുന്ന ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതം, അവിടെ നിന്നും ഒരു ബാലികയായി ദേവി എത്തുന്നു, കുമാരിയമ്മയായി ഇവിടെ കന്യാകുമാരിയുടെ ദേവിയായി മാറുന്ന, അങ്ങനെ കേട്ടുവളർന്ന ഒരു കഥയും ചരിത്രവുമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഈ കന്യാകുമാരിയുടെ ഹൈന്ദവതയെ സംരക്ഷിച്ചു പിടിക്കാനെടുത്ത ഒരു വലിയ മാനവ സംസ്കാരം, മാനവ വിഭവം എത്രമാത്രമാണ് എന്ന് വിലമതിക്കുന്നതിനും അപ്പുറത്താണ് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമായി തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. കൃഷ്ണരാജ്, ഗൗതം, ഈ പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി അടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നതേയുള്ളൂ. അതായത് വോട്ട് പ്രക്രിയ പൂർത്തിയാകും മുൻപ് തന്നെ ധ്യാനത്തിനെത്തുന്നത് മൂന്നാം ഊഴവും ഉറപ്പിച്ചെന്ന ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമോ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. കാരണം അദ്ദേഹം ഇന്നിപ്പോൾ ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഡൽഹിയിൽ BJP ആസ്ഥാനത്ത്, ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്ത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എങ്ങനെയാകണം, അതിന്റെ സ്വഭാവം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചുള്ള ധാരണയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഒരുപക്ഷെ കർത്തവ്യ പത്ത് പോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താകും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുക. അപ്പോൾ BJP ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ബ്ലൂ പ്രിന്റ് അവരുടെ കയ്യിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഇതിന്റെ അവസാന ഘട്ടം വരെയുണ്ട്. അഞ്ചാമത്തെ വോട്ടെടുപ്പ്, അഞ്ചാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJPയുടെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുൻ ദേശീയ അധ്യക്ഷനും ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ സൂചിപ്പിച്ചൊരു കാര്യം, 272 എന്ന നമ്പർ അഞ്ചാമത്തെ ഫേസിൽ തന്നെ തങ്ങൾ കടന്നു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും കിട്ടുന്നതെല്ലാം ബോണസാണ്. അതായത് അഞ്ചാമത്തെ ഫേസിൽ തന്നെ BJP ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൾ പ്രകാരം കേവല ഭൂരിപക്ഷം കടന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് 6ാം ഘട്ടം കഴിഞ്ഞു. ഇനി മറ്റന്നാൾ നടക്കാൻ പോകുന്നത് 7ാമത്തെ ഘട്ടമാണ്. ആ 7ാം ഘട്ടം വളരെ ശ്രദ്ധേയമെന്നത് ഹിന്ദുത്വ ദേശീയതയ്ക്ക് ആഴത്തിൽ വേരുകളുള്ള ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ പോലെയുള്ള ബെൽറ്റിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒന്ന് നമുക്കറിയാം, വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമാണ്. ആ വാരണാസിയിൽ നിന്നും 200 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗോരഖ്പൂർ എത്തുകയാണ്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥിന്റെ തട്ടകമാണ്. അങ്ങനെ അയോധ്യയോട് ചേർന്ന് കിടക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗോരഖ്പൂറും വാരണാസിയും ഒക്കെ. അങ്ങനെയുള്ള ഹിന്ദുത്വ ദേശീയത എക്കാലവും ഉയർന്നു നിൽക്കുന്ന, ഹിന്ദു രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോളിംഗ് നടക്കാനിരിക്കുന്നതിനുള്ള, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 എന്ന നമ്പറൊക്കെ കടന്ന് BJP ഇതിനകം തന്നെ വലിയൊരു നമ്പറിലേക്ക്, ഏതാണ്ട് 300ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ദേശീയ നേതൃത്വം ഒരു ഭാഗത്ത് പറയുന്നത്. അതിനാൽ സ്വാഭാവികമായും മൂന്നാം സർക്കാർ, അതായത് വളരെ നിർണായകമായ നിലപാടുകൾ എടുക്കുന്ന നരേന്ദ്രമോദി തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഇതുവരെ കണ്ടതെല്ലാം ട്രെയിലറാണ്, താൻ ഇനിയും പല കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നതാകും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വരുന്ന 5 വർഷക്കാലത്തെ തന്റെ സമയം എന്ന് അദ്ദേഹം തന്നെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് എടുക്കാൻ പോകുന്ന ആ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായുള്ള അദ്ദേഹത്തിന്റെ ധ്യാനമായി തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ഇതിനെ നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം 2014ലും 19ലും സമാനമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ശേഷം ഇത്തരം ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2014 അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗഡാണ് തെരഞ്ഞെടുത്തത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് ആ മണ്ണ്. കാരണം ഛത്രപതി ശിവജി എന്ന് പറയുന്ന മറാഠ രാജവംശത്തെ അല്ലെങ്കിൽ മറാഠ ദേശീയതയിലൂടെ പിന്നീട് ഹിന്ദുത്വ ദേശീയത ഭാരതമെമ്പാടും ഉയർത്തിയ, അല്ലെങ്കിൽ അധിനിവേശ ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വത്തിന് കരുത്ത് പകർന്ന ആ ഛത്രപതി ശിവജി, അദ്ദേഹം 17ാം നൂറ്റാണ്ടിൽ മുഗളന്മാരെ പരാജയപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലെ ഈ പ്രതാപ്ഗഡ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. അവിടെ വെച്ചാണ് ഇസ്ലാമിക ഭരണാധികാരിയായ, അധിനിവേശ ശക്തിയായി ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ ഭരണം നടത്തിയ മുഗളന്മാരെ പരാജയപ്പെടുത്തിയ ആ പ്രതാപ്ഗഡിൽ അദ്ദേഹം 2014 ധ്യാനത്തിനായി പോയിരുന്നു. അതിലൂടെ നൽകുന്ന സന്ദേശം കൃത്യമാണ്. കാരണം ഛത്രപതി ശിവജിയുടെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഭാരതത്തിലെമ്പാടും കടന്നു വന്നത്. അതിനാൽ സ്വാഭാവികമായും 2014 പ്രതാപ്ഗഡ് നരേന്ദ്രമോദി ധ്യാനത്തിനായി തെരഞ്ഞെടുത്തു. 2019ലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം അദ്ദേഹം തെരഞ്ഞെടുത്തത് കേദാർനാഥാണ്. ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ്. അവിടുത്തെ കേദാർനാഥ് ക്ഷേത്രം, ഒപ്പം ആദിശങ്കരൻ പുനർനിർമ്മിച്ച ക്ഷേത്രം, പഞ്ചപാണ്ഡവർ നിർമ്മിച്ചതാണ് കേദാർനാഥിലെ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള
പല സാഹചര്യങ്ങളാൽ ആ ക്ഷേത്രം ഭാഗികമായി തകരുകയും കേരളത്തിൽ നിന്നും കാലടിയിൽ നിന്നും ആദിശങ്കരൻ അങ്ങ് കശ്മീർ വരെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ തീർത്ഥയാത്രയിൽ അദ്ദേഹം പുനർനിർമ്മിച്ചതാണ് കേദാർനാഥിൽ ഇന്ന് നാം കാണുന്ന മഹാക്ഷേത്രം. അതിന്റെ അടുത്തായുള്ള ഒരു ഗുഹയിലാണ് 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി എത്തിയത്. ഇതാ ഇപ്പോൾ മൂന്നാം ഊഴത്തിനായി താൻ അധികാരമേൽക്കുന്ന ഘട്ടത്തിന് തൊട്ടു മുൻപായി 2014 നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്വാമികളുടെ പാദങ്ങൾ പതിച്ചിട്ടുള്ള ആ കന്യാകുമാരി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് കൃത്യമായി അത് നൽകുന്ന സന്ദേശം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാം ഊഴത്തിന് മുന്നോടിയായുള്ള ധ്യാനം എന്ന നിലയിൽ തന്നെയാണ്. കൃഷ്ണരാജ്. ശരി ഗൗതം, അഖിൽ പാലോട്ട് മഠത്തിലേക്ക്. അഖിൽ, ആദ്യ 2 ധ്യാനങ്ങൾ കഴിഞ്ഞ് മൂന്നാം ധ്യാനത്തിനെത്തുമ്പോൾ ഈ തെക്കേ ഇന്ത്യ തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടാകുമല്ലോ. ഇതില് ഗൗതം പറഞ്ഞവസാനിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം കേരളത്തോട് ചേർന്ന് കിടക്കുന്ന, കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വയംസേവകരാകട്ടെ BJP പ്രവർത്തകരാകട്ടെ അവരെല്ലാം തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന, വലിയ അക്രമങ്ങൾക്ക് ഇരയാകി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. അത് തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് ഈ കന്യാകുമാരിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പല പ്രദേശങ്ങളും എടുത്തു പരിശോധിച്ചാൽ അതുപോലെ തന്നെ വലിയ ത്യാഗത്തോടു കൂടിയാണ് ദ്രാവിഡ കക്ഷികളോടൊപ്പം അത്ര വലിയ ആർജവത്തോടെ നിന്ന് മാത്രമാണ് തമിഴ്നാട്ടിലുമൊക്കെ തന്നെ ഈ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ പാർട്ടി പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള അതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, അങ്ങനെ ഈ സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസ് അടക്കമുള്ള ഇവിടുത്തെ കേരളത്തിലെ പ്രാദേശിക പാർട്ടിയായ CPM ആവട്ടെ, തമിഴ്നാട്ടിലെ പ്രാദേശിക പാർട്ടിയായ DMK ആവട്ടെ, അതുപോലെ തന്നെ തെലുങ്കാനയിലെ തെലുങ്കുദേശം പാർട്ടി ആവട്ടെ, അങ്ങനെ ഓരോ സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടികൾ പോലും BJP എന്ന് പറയുന്നത് അത് ഉത്തരേന്ത്യയിലെ ഒരു ഹിന്ദി പാർട്ടിയാണ്, ഉത്തരേന്ത്യൻ പാർട്ടിയാണ് എന്ന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഇത് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനവും BJPക്ക് ബാലികേറ മലയല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തെയും വികസനം ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന വലിയ സന്ദേശം കൂടി, ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ട് കന്യാകുമാരിയിലെ ഈ ധ്യാനത്തിനെത്തുമ്പോൾ മോദി നൽകുന്നത്. കാരണം കാശിയിൽ നിന്നും കന്യാകുമാരിയിലേക്ക് എത്തിയ മൂന്നാം തവണ അദ്ദേഹം അധികാരമേൽക്കാൻ പോകുന്നത് കർത്തവ്യപഥത്തിലായിരിക്കും. അവിടെ വച്ചായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക എന്ന സൂചനകൾ പോലും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ശിവജി മഹാരാജിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അത്രയും കാഫ്കോറായ ആ ഒരു ഹൈന്ദവ സംസ്കാരത്തെ എത്രമാത്രം ഉയർത്തിക്കാട്ടണമെന്നതിന്റെ കൃത്യമായ തെളിവ് തന്നെയായിരുന്നു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ധ്യാനം. അതിനുശേഷം ഈ രാജ്യത്തിന്റെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് കേദാർനാഥുണ്ട്, അയോധ്യയുണ്ട്, മധുരയുണ്ട്, കാശിയുണ്ട്, അങ്ങനെ എണ്ണം പറഞ്ഞ ക്ഷേത്രങ്ങൾ പലതും പലരുടെയും അധിനിവേശ തേരോട്ടത്തിന് അപ്പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോയ ആ പൈതൃകത്തെ, ആ സംസ്കാരത്തെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്ന ആ ഒരു സന്ദേശം തന്നെയായിരുന്നു നൽകിയത്. എങ്കിൽ അടുത്ത മൂന്നാം തവണത്തിൽ മോദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ആത്മീയതയുടെ ആശയത്തിൽ നിന്നും അജയ്യമായ ഒരു ഭാരതത്തിലേക്ക് നടന്നു കയറുക, ലോകത്തിന് മുന്നിൽ വിശ്വഗുരുവായി, വിശ്വരാഷ്ട്രമായി ഭാരതത്തെ കൈപിടിച്ചുയർത്തുക എന്ന കൃത്യമായ രാഷ്ട്രീയം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ പലതവണ ആവർത്തിച്ചു പറഞ്ഞ അതിലെ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ പ്രസംഗത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധാനം ചെയ്ത ലോകരാഷ്ട്രത്തിന് മുമ്പിലേക്ക് പ്രസംഗിക്കാൻ ഈ കടൽ തിരമാലകളെ മുറിച്ച് കടന്നു കയറി പോകുമ്പോൾ ആ ഭാരതത്തെ എത്രമാത്രമാണ് അന്ന് വിദേശികൾ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ കാവ്യ വസ്ത്രം ധരിച്ച ആ യുവസന്യാസിയുടെ പ്രസംഗത്തിൽ നിന്നും, ആ യുവസന്യാസിയുടെ വാക്കുകളിൽ നിന്നും ഭാരതം എത്രമാത്രമാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യം പോലെ ഈ ലോകത്തെ സംരക്ഷിച്ചു പിടിക്കാൻ കരുത്തുള്ള രാജ്യമാണ് എന്ന് മനസ്സിലാക്കിയതാണ്. അവിടെ നിന്ന് മറ്റൊരു നരേന്ദ്രനിലേക്ക് ഈ രാജ്യം എത്തുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണത്തെ ഈ കോവിഡ് മഹാമാരി സമയത്തൊക്കെ തന്നെ കോവിഡ് വാക്സിനൊക്കെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് സമർപ്പണം ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകത്തെ മറ്റു ജനങ്ങളെയും സംരക്ഷിച്ചു പിടിക്കുന്നതിലേക്ക് വേണ്ടി ഇന്ത്യ നിർമ്മിച്ചെടുത്ത കോവിഡ് വാക്സിനൊക്കെ തന്നെ സംഭാവന ചെയ്യുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ വളർച്ച,
രാജ്യം അന്നും ലോകരാഷ്ട്രങ്ങളെ ചേർത്തു പിടിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു എന്ന് കാണിക്കുന്ന ആ ഒരു പൈതൃകത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിലെ മോദിയുടെ ഈ ധ്യാനം രാഷ്ട്രീയവും ആത്മീയവും രാജ്യപരവുമായി ഈ ഭാരതത്തിന് നൽകാൻ പോകുന്ന ഒരു ഉണർവ് എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് വാക്കുകൾക്കും അപ്പുറത്തേക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യബോധമായി തന്നെ നിലനിൽക്കുന്നതാണ്. അതിന് ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്താൽ കന്യാകുമാരിയുടെ ഈ മടിത്തട്ടിൽ നിന്നും ഭാരതത്തിൻ്റെ വിരുമാറിലേക്ക് ഈ ഡൽഹിയിലേക്ക് അദ്ദേഹം വീണ്ടും വാരണാസി ലോട്ട് രേഖപ്പെടുത്തി ഡൽഹിയിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ തവണ അദ്ദേഹം അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന സമയത്ത് രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും നിർണായകമാകുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഒരു കണക്റ്റീവ് പദ്ധതി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. കാരണം അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിലാണ് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം ഊന്നൽ നൽകി പറഞ്ഞതാണ് രാജ്യത്തിന്റെ ടൂറിസ്റ്റ് മേഖലകളിൽ ഉണ്ടാകേണ്ട വികസനങ്ങൾ, കടൽ മാർഗമുള്ള വ്യാപാര ശൃംഖലകൾ, കടൽ മാർഗമുള്ള വാണിജ്യ ശൃംഖലകൾ, അങ്ങനെ എണ്ണി പറഞ്ഞ ഓരോ കണക്കുകളുമുണ്ട് മോദിയുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമെന്ന നിലയ്ക്കും അപ്പുറത്ത് ആത്മീയ കേന്ദ്രമെന്ന വിവേകാനന്ദൻ എന്ന വലിയ വിശ്വദീപ്തമായ ജ്വലിക്കുന്ന സ്മരണകൾ ഈ രാജ്യത്തിനു മുമ്പിൽ, ഈ ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കാട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ വാർത്തകളിലൊക്കെ തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. സമുദ്രങ്ങളുടെ സംഗമഭൂമിയായ ഈ കന്യാകുമാരി കടലിൽ അദ്ദേഹം കന്യാകുമാരി ദേവിയുടെ ഈ ഭൂമിയിൽ കന്യാകുമാരി കടലിൽ അദ്ദേഹം അഭിഷേകം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ. ശരി, 1892 നരേന്ദ്രനാഥനാണ് കടലുനീന്തി വിവേകാനന്ദ പാറയിലെത്തിയെങ്കിൽ ഇത്തവണ നാഥൻ ആയ നരേന്ദ്രൻ അതേ ഇടത്തേക്ക് എത്തുന്നു ധ്യാനമിരിക്കാൻ. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം, ഇടവേള കഴിഞ്ഞു.